ഒന്ന് ദിനവൃത്താന്തം അധ്യായം 3. ദാവീദിൻ്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ: ആദ്യജാതൻ അമ്നോൻ ജസ്രയേൽക്കാരി അഹിനോവായിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമെയ, ഷോബാബ്, നാഥാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിൻ്റെ മകളായ ബത്ശുവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിഷാമ, എലിഫലത്ത്, നോഗ, നെഫഗ്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫലത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. സോളമൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോധാം, ആഹാസ്, ഹസക്കിയ, മനാസെ, ആമോൺ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ: ആദ്യജാതൻ യോഹന്നാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലൂം. യഹോയാക്കീമിൻ്റെ മകൻ യക്കോണിയ, അവൻ്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ: ഷെലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, യോഷാമ, നദബിയ. പെദായയുടെ പുത്രന്മാർ: സെറൂബാബേൽ, ഷിമേയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി. യശുബ, ഓഹൽ, ബറഖിയ, ഹസാദിയ, യശബ, ഹേസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ: പെലത്തിയ, ഏശയ്യ. ഏശയ്യായുടെ പുത്രൻ റഫായ, റഫായയുടെ പുത്രൻ അർനാൻ, അർനാൻ്റെ പുത്രൻ ഒബാദിയ, ഒബാദിയായുടെ പുത്രൻ ഷെക്കാനിയ, ഷെക്കാനിയായുടെ പുത്രൻ ഷെമായ. ഷെമായയുടെ പുത്രന്മാർ: ഹത്തൂഷ്, ഇഗാൽ, ബെറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെക്കാനിയായ്ക്ക് ആകെ 6 പേർ. നെയാറിയായുടെ പുത്രന്മാർ: എലിയോവേനായി, ഹിസ്കിയ, അസ്രിക്കാം ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ: ഹോദാവിയ, എലിയാഷിബ്, പെലായ, അക്കൂബ്, യോഹന്നാൻ, ദലായ, അനാനി ഇങ്ങനെ 7 പേർ.